പ്രിയമുള്ള സ്തോത്രം. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാക്യം ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് വിഷയം. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്തോളം നാം ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, ദൈവത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞിരിക്കണമെന്നാണ് തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷ്യം പോകുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാക്കുക, ദൈവസഭകൾ അവരവരുടെ സഭയിൽ മാത്രമാണ്. പുറത്തുപോയി സാക്ഷ്യം പറയുക എന്നുള്ളതല്ല അവിടെ അർത്ഥം വരുന്നത്. ജനം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തു മാർഗത്തിലേക്ക് വരണം. അതിനു വേണ്ടതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഇൻ്റർനെറ്റുണ്ട്, ഡ്രോണുണ്ട്, ഹല്ലേലൂയ, റോബോട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം ഉണ്ടായിട്ട് എതിർ ക്രിസ്തു വരെയും ഇതുപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഉപയോഗിച്ച് ഈ സാക്ഷ്യം വിപുലപ്പെടുത്തണ്ടേ? അതാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അതാണ് പ്രവചനം, വെളിപ്പാട് തന്നുകൊണ്ട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, ഈ പുസ്തകം എഴുതി കിട്ടിയിട്ട് 21 നൂറ്റാണ്ടായി. ഇന്നും തിരുവചനം ആവശ്യപ്പെട്ടിരിക്കുന്ന ദൈവ സ്വഭാവത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവ സ്വഭാവത്തിൽ തിരുവചനം വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, പൈശാചിക സ്വഭാവങ്ങൾ മനുഷ്യൻ ഹല്ലേലൂയ പൊട്ടിച്ച് വരികയാണ്. പൈശാചിക സ്വഭാവങ്ങൾ അവൻ തുറന്ന് മുന്നോട്ട് വരികയാണ്. അതാണ് ദൈവമക്കൾ, ഹല്ലേലൂയ, ദൈവമക്കളിൽ ഇത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. യേശു സ്വയം ജീവിച്ച് കാണിച്ചു തന്നു. തിരുവചനവും പുതിയ നിയമവും പഴയ നിയമവും യേശു കാണിച്ചു തന്നത് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മനുഷ്യ സമൂഹത്തിന് ക്രിസ്തു മാർഗം മാതൃകയാക്കാൻ തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് അവരെ ലോക ജനതയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ മാതൃകയാക്കാൻ, അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ കൊണ്ടുവന്നത്. ഇസ്രായേൽ തന്നെയാണ് യഹൂദനം. ഹല്ലേലൂയ. യഹോവയായ ദൈവം കൂടെ നിന്ന് വേണ്ടത് എല്ലാം അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ തെറ്റിപ്പോയി. ഹല്ലേലൂയ. അതിന് ജനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്, പൈശാചിക സ്വഭാവമാണ്. ഇത് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിലെ പെന്തക്കോസ്ത് സഭകളിലെ ദൈവമക്കൾക്കും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല അത് തിരുത്തിയെടുക്കാൻ. സഭകൾക്കും സഭയെ നടത്തുന്നവർക്കും ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നും ഒരു പരിധിയിൽ കിടക്കുകയാണ്. അതാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നോക്കൂ, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വിഷയമാണ്. ദൈവം എത്രയോ നാൾ നോക്കിയിട്ടും ഒരു ആൾ മാറിക്കഴിയുമ്പോൾ ജനം വീണ്ടും തെറ്റിപ്പോവും. അവർ മൂർത്തി പൂജ, ഹല്ലേലൂയ,
മൂർത്തി പൂജ ചെയ്യും, ബിംബാരാധന ചെയ്യും. ഹല്ലേലൂയ. രക്തം, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ, ഈ രക്തം അവർ ചൊരിയിക്കുന്ന ഓരോ വിഷയങ്ങളും അവർ ചെയ്യുകയാണ്. ആരാണ് ചെയ്യുന്നത്? ഇസ്രായേലും യഹൂദനും 40 വർഷം മരുഭൂമിയിൽ ചുറ്റി അവരെ യഹോവ പഠിപ്പിച്ചതാണ് വിഷയം. ആ വിഷയമാണ് അവർ ഈ തട്ടിക്കളയുന്നത്. ഹല്ലേലൂയ. ദൈവം പഠിപ്പിക്കുന്നു. തെറ്റിനെ പഠിപ്പിച്ച് അവിടെ വെച്ച് പഴയ നിയമത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ഉടനെ അവർക്ക് ശിക്ഷ കിട്ടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കിട്ടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥത വഹിക്കുകയാണ്. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുകയാണ്. നാം ചെയ്യുന്ന തെറ്റ് എവിടെ? ന്യായവിധിയിലെ പുറത്തു വരികയുള്ളൂ. ഒന്നും വിട്ടുപോകില്ല. ന്യായവിധിയിൽ അത് പുറത്ത് കാണും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ ചട്ടം, വിധി, ന്യായം, നീതി, പ്രമാണം, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഈ ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങൾ, അതായത് പഴയ നിയമത്തിൽ 10 കൽപ്പനയും ന്യായപ്രമാണവും, പുതിയ നിയമത്തിൽ വരുമ്പോൾ പുസ്തകം മുഴുവൻ ഇത് നമുക്ക് കാണാം. എന്തൊക്കെയാണ് നോക്കേണ്ടത്? എന്നാൽ കർത്താവിൻ്റെ ചട്ടം, വിധി, ന്യായം, നീതി, പ്രമാണം ഇത് മനുഷ്യൻ ആചരിക്കുന്നില്ല. അവൻ ഹല്ലേലൂയ വചനം ഒരു ചെവി കൂടെ കേൾക്കും, അല്ലെങ്കിൽ ഒരു കണ്ണുകൊണ്ട് കാണും. കണ്ടിട്ട് അല്പം കഴിയുമ്പോൾ അത് വിട്ടുകളയും. ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് മനുഷ്യൻ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ഫലം കിട്ടാതെ ഇരിക്കുന്നത്. ഫലം കൊടുക്കും ദൈവം, എന്നാൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കും കുറേയൊക്കെ. എന്നാലും അങ്ങനെയല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും, അതായത് പ്രാർത്ഥനയിൽ കൂടെയും ഉപവാസത്തിൽ കൂടെയും ആരാധനയിൽ കൂടെയും കിട്ടുന്നതാണ്. ഇത് മൂന്നും ശക്തമായി നിന്നെങ്കിലേ, ഉപവാസവും ശക്തമായി നിന്നെങ്കിലേ ഇതൊക്കെയും കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് ഹല്ലേലൂയ ആരാധിച്ചെന്ന് പറഞ്ഞിട്ട് ഫലം കിട്ടുകയില്ല. അത് നമുക്ക് നമ്മളെ കൺമുമ്പിൽ കാണുന്നതാണ്. ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, പ്രമാണം ഇത് അനുസരിക്കണം. ഹല്ലേലൂയ. ഒപ്പം ഹൃദയശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാരെയും ബോധിപ്പിക്കാൻ കാണുന്നതല്ല, വെള്ളവസ്ത്രം ഇടുന്നതല്ല. ഹൃദയശുദ്ധി അവനോൻ ദൈവവുമായിട്ടുള്ള മനസ്സാണത്. ഹല്ലേലൂയ. ആരാധനയിൽ ഇരിക്കുമ്പോൾ ഹൃദയശുദ്ധിയിൽ ഇരുന്ന് നോക്ക്, ഒരാളല്ല. അങ്ങനെ ആരാധന വന്നു കഴിഞ്ഞാൽ, ഇത് ആരാധന എല്ലാ സഭകളിലും നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന ആരാധന, ഇത് പെന്തക്കോസ്ത് ആത്മീയ അനുഭവമാണ്. പെന്തക്കോസ്ത് ഹല്ലേലൂയ അവരുടെ വിശ്വാസമാണ്, അവർ ചെയ്യേണ്ടതാണ്. അതാണ് പെന്തക്കോസ് മറ്റ് സഭകളുമായിട്ടുള്ള വ്യത്യാസം. ഇന്ന് ആ പെന്തക്കോസ്തിൽ ആ വ്യത്യാസമില്ല. വ്യത്യാസം വന്ന് ന്യൂ ജനറേഷൻ സഭകളായി. ഹല്ലേലൂയ. പെന്തക്കോസ് കിടക്കുകയാണ്. അവരിന്നും അപ്പുറം നോക്കുകയാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം എഴുതി വായിക്കുന്ന, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ എഴുതി വായിക്കുന്ന സഭകളുണ്ട്. അവരെങ്ങനെ ആരാധനയിൽ വായിച്ചു പോകുന്നു, അത് എഴുതി വായിച്ച്, അതുപോലെ ആണ് ഇന്ന് നമ്മുടെ സഭകളും പോകുവാൻ നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഉള്ളവർ, അതായത് ഈ ദൈവത്തിൻ്റെ ചട്ടവും വിധിയും ഹൃദയശുദ്ധിയും ഉള്ളവർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, ഒരു ആരാധനാ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളവർ ചുറ്റിനും ഇരുന്നോട്ടെ. 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് പുതിയ നിയമത്തിൽ പറയുന്നു. എവിടാണെന്ന് പറയാം ഞാനിനി. പുതിയ നിയമമാണ് ഇത് പഠിപ്പിക്കുന്നത്. പാതി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പുതിയ നിയമത്തിൽ കിടക്കുന്നത്. പറയുന്നു അപ്പോസ്തല പ്രവൃത്തി, പ്രത്യേകിച്ച് 2-ാം അധ്യായം. ഹല്ലേലൂയ. ഈ വിഷയമാണ് പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും സഭയെ പഠിപ്പിച്ച് ആത്മാവിൽ നിറച്ച് അഭിഷേകത്തിൽ നിറച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ പ്രാർത്ഥന, ആരാധന, ഹല്ലേലൂയ, മുഖാന്തരം സ്വർഗത്തിൽ ആ ആരാധന മൂന്നാം സ്വർഗത്തിൽ എത്തും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരാധന മൂന്നാം സ്വർഗത്തിൽ എത്തുമ്പോൾ സ്വർഗം തുറക്കുമ്പോൾ ആ സ്വർഗത്തിൽ നിന്നും കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും, തേജസ് ഇറങ്ങും. ഹല്ലേലൂയ. അതാണ് ഭൂമിയിൽ ഇറങ്ങുന്നത്. അതാണ് ദൈവശക്തി. അല്ലാതെ എവിടുന്നെങ്കിലും 4 പേര് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ ദൈവശക്തി അല്ല ഇറങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നത്. അതാണ് ദൈവശക്തി ഹല്ലേലൂയ ഇറങ്ങുന്നത്. ഈ അനുഭവം അഭിഷക്തന്മാരിലാണ് സംഭവിക്കുന്നത്. എപ്പോഴും ഓർമ്മ വെക്കണം, പെന്തക്കോസ്തിൻ്റെ മെയിൻ ഭാഗമാണ് അഭിഷക്തർ. ഹല്ലേലൂയ, ഓർമ്മ വയ്ക്കുക. അനുഭവം അഭിഷക്തരിലാണ് സംഭവിക്കുന്നത്. അഭിഷേകം പ്രാപിപ്പാനും ഇങ്ങനെ ആയിരിക്കണം. ഒരാൾക്ക് അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ഇതുപോലെ പറയാനുണ്ട്. എങ്ങനെയാണെന്ന് അഭിഷേകം പ്രാപിക്കാൻ പറ്റും? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് താല്പര്യമുള്ള ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പറയാനൊരു വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, അല്ലാതെ ഒരു വിഷയം നിങ്ങളോട് പറയാം. മഞ്ഞും മഴയും കാറ്റും വെയിലും ഇത് ദൈവമാണ് ഭൂലോകത്തിൽ കൊടുത്തിരിക്കുന്നത്, ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. ആർക്ക്? മനുഷ്യ സമൂഹത്തിനെ. ഈ മനുഷ്യ സമൂഹത്തിൽ പാപിയുമുണ്ട്, ഹല്ലേലൂയ, ദുഷ്ടനുമുണ്ട്, ദൈവമക്കളുമുണ്ട്. ഇവർക്കെല്ലാവർക്കും ദൈവം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രോഗം വരുന്നവർ ചങ്കുപൊട്ടിക്കരയുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. അതും ഈ പറഞ്ഞ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ദൈവമക്കൾക്കും കിട്ടുന്നുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാർ ഈ അനുഭവത്തിൽ കൂടി സൗഖ്യം കിട്ടുമ്പോൾ പറയുന്നത് ഞങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന്. പ്രിയമുള്ളവരെ, അത്ഭുതം ഞാനിവിടെ എങ്ങനെ നിർത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, അല്ലാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപിക്കും ദുഷ്ടനും വിശ്വാസികൾക്കും കിട്ടുന്നുണ്ട്. മൃഗം, പക്ഷി, മത്സ്യം എല്ലാത്തിനും ദൈവം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ കൂട്ടത്തിലാണ് രോഗത്തിന് സൗഖ്യം കിട്ടുന്നത്. ചിലർ അപകടം പറ്റി രോഗത്തിൽ കിടന്ന് വളരെ കരയുന്ന അവസ്ഥ വരും. ആദ്യത്തെ അത് മാറ്റിയിട്ട് അവർക്ക് സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. അതിന് വലിയ അത്ഭുതം നടക്കണം എന്നില്ല, അവർക്ക് കിട്ടിയിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അഭിഷക്തർക്ക് കൊടുക്കുന്ന സൗജന്യമായി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം തിരുവചനത്തിൽ, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ വിഷയങ്ങളാണ്. പുതിയ നിയമത്തിൽ കിടക്കുന്ന വിഷയങ്ങളാണ്. എന്നിട്ടും ഈ ദൈവസഭകൾ ഇത് കാണുന്നില്ല. പിന്നെ മറ്റുള്ള സഭകളുടെ കാര്യം എന്ത് പറയാനാണ്? മറ്റുള്ള ജനത്തിൻ്റെ കാര്യം എന്ത് പറയുവാനാണ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. കർത്താവ് വരുന്നു. ഒന്നിനും നടക്കില്ല. കർത്താവിൻ്റെ വരവിൻ്റെ സമയമാണ്. ദൈവിക സ്വഭാവമുണ്ട്, ദൈവിക രീതിയുണ്ട്. അതിൽ കൂടെ മാത്രമേ പോവുകയുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കഷ്ടം സഹിച്ച് മരിച്ചത്. സ്നേഹം, ദീർഘക്ഷമ, ഇതാണ് അവിടെ ജയം കാണിച്ചത്. അതുപോലെ നാമും കാണിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അതാണ് തിരുവചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നുണ്ട്, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. വേണ്ടത് വേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം എല്ലാം നൽകി കഴിഞ്ഞതാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു. ദൈവം എല്ലാം തന്നു കഴിഞ്ഞതാണെന്നുള്ള ഒരു വിഷയമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യ, ഞാൻ പറയുന്നു അതിനൊരു മറുപടി. മനുഷ്യ, നീ മണ്ണാകുന്നു. ഹല്ലേലൂയ. ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം.